ഒരു 33 രൂപ എന്താ ചെയ്യാ മോഡല് നാനോ ചെറിയ പാർട്ടിക്ക് പഠിച്ചാനോ ഇത് നമുക്ക് 160 കൊടുക്കാം 7,200 ലോൺ കയറും. ആളുകൾ 7,70 നിങ്ങൾക്ക് 15 മോഡൽ വണ്ടി തരണം. നല്ല ക്ലീൻ വണ്ടി, അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഒരു റീപ്ലേസ് ഭയങ്കര റേർ അല്ല ഇങ്ങനെ കാണാൻ, ഒന്നും ഒരു വാക്കല്ല. വലിയൊരു കഥ പറഞ്ഞല്ലോ ഇതിനകത്ത്. ഇത് നമുക്ക് 345 കൊടുക്കാം. 345 2009 മോഡൽ 29 പേപ്പറിൽ വേണ്ടി ടൈപ്പ് ഒരു സ്വിഫ്റ്റ്. ഇത് നമുക്ക് ഇനിയിപ്പോ ഏറ്റവും കുറച്ച് കൊടുക്കുകയാണ് 2,65,000 രൂപ. അതിൽ കുറച്ച് ചോദിച്ചാൽ 14 മോഡലാണ്. 14 വണ്ടി 265. വണ്ടി വന്ന് ചെക്ക്. വളരെ വില കുറച്ച് നിങ്ങളൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 33,000 രൂപ മുതലൊക്കെ ഈ ഒരു ഷോറൂമിൽ നിങ്ങൾക്ക് വണ്ടികൾ അവൈലബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ പാണ്ടിക്കാട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വള്ളുവങ്ങാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദിലൂസ് നമ്മൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വില കുറവിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഷോറൂമാണ്. ഒരുപാട് വണ്ടികൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരു 10-25 എണ്ണെങ്കിലും വളരെ വില കുറച്ചുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 5 ഇന്നോവ കിടപ്പുണ്ട്. അത് മാത്രമാണ് ഇതിൻ്റെ അത് ഇച്ചിരി വില കൂടിയ വണ്ടികളെന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഒരു 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ നിൽക്കുന്ന വണ്ടികളാണ് ബാക്കി കിടക്കുന്ന ഭൂരിഭാഗം വണ്ടികളും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണറും സെക്കൻഡ് ഓണറും അതുപോലെ തന്നെ റീപ്ലേസ് ഇല്ലാത്തതും അങ്ങനെയുള്ള വണ്ടികളാണ്. നല്ല വണ്ടികളാട്ടോ കിടക്കുന്നതൊക്കെ. വില കുറച്ച് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് ചാത്തന നടത്തില്ല. പിന്നെ ലോണ് കയറും. അതുപോലെ തന്നെ ഒരുവിധം സംഗതികളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി നേരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ വില കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. ഇന്നോവകളൊക്കെ വേണമെങ്കിൽ എടുത്തോ. നല്ല ക്ലീൻ പീസ് വണ്ടികളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് മറന്നു പോരുത്. എല്ലാവർക്കും ഉപകാരം കിട്ടി കൊടുക്കാം. കാണാത്തവരൊക്കെ കണ്ടോട്ടെ. അപ്പോൾ നമുക്ക് ഉപകാരമില്ല, ആർക്കെങ്കിലും ഉപകാരം കിട്ടാൻ സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നല്ല വിലക്കുറവിൽ അടിപൊളി ക്വാളിറ്റിയുള്ള ഇന്നോവകളൊക്കെ വേണമെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. എപ്പോഴും നമ്മൾ കാണിക്കാറുള്ള ദിലൂസ് മോട്ടോഴ്സിൽ വില കുറഞ്ഞ വണ്ടികളാണെങ്കിൽ ഇപ്രാവശ്യം വില കുറഞ്ഞ ഇന്നോവകൾ ഒരുപാടുണ്ടല്ലേ. ഇന്നോവ വന്നിട്ടുണ്ട്. ഓണമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കേ. അത് ഓഫർ വിലയിലും കുറയ്ക്കാം. കേൾക്കുന്നവർ നോക്കിക്കോ വില കുറവുണ്ടോന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്താ സ്ഥിതി? നല്ല വണ്ടികൾ നമ്മൾ നല്ല കണ്ടീഷൻ തന്നെ പറഞ്ഞു കൊടുക്കും. ആവറേജ് ആണെങ്കിൽ ആവറേജ് എന്തെങ്കിലും അപാകതയുണ്ട് പറഞ്ഞു കൊടുക്കും. ശരി, എന്നാൽ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി കണ്ടീഷനിലുള്ള സിൽക്കി ഗോൾഡ് ആണ്. ഇതേതാ മോഡൽ? ഇത് 2013 മോഡൽ 14 റൈസർ G4. 13-14 വണ്ടി. പക്ഷേ ഇത് മൊത്തത്തിലൊന്ന് വർക്ക് ചെയ്താൽ നല്ല വൃത്തി, ഫുൾ നീറ്റ്. അല്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. നമ്മൾ നമ്പർ ആയതാണ്, കേൾപ്പത്തിലുള്ള നമ്പറും ആയിട്ടുണ്ട്. നമ്പർ ആയില്ലേ? അതായിട്ടുണ്ട്. ആലോചിക്കണം, ഒരു സ്ക്രാച്ച് പോലും ഇല്ല, ഒന്നുമില്ല, ഒരു നോക്കണ്ട. ഈ ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇന്റീരിയറിന്റെ ഫോട്ടോസ് കംപ്ലീറ്റ് അയച്ചു കൊടുക്കണേ. നല്ല കാറ്റലോഗ് ഉണ്ടാവും. അപ്പൊ ഞാൻ മൊത്തത്തിൽ ഡീറ്റെയിൽ നമുക്ക് വേഗം പറഞ്ഞു. കാറ്റലോഗ് ഫോട്ടോസ് 13-14 വണ്ടി നമുക്ക് എന്താ വില? ഇത് നമുക്ക് 6-15 കൊടുക്കാം. 14 റൈസർ 29 പേപ്പറിൽ നമ്പറായ വണ്ടി. അത് വേഗം കാണിച്ചു കിട്ടെ. ഇത് കിലോമീറ്റർ 2,38,000. ജെനുവിനാ? സിംഗിൾ ഓണറാ? അത് സെക്കൻഡിൽ പേരിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ നല്ല ക്ലീൻ ആണ്, ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2015 മോഡൽ ഇന്റർകൂളർ വരുന്ന G4. 15 G4 ആണ്, ഇന്റർകൂളർ ആണ്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. 1.78 ഓടിയതാണ്. ഇപ്പൊ നമ്മുടെ പേര് നമ്പറായി, മലപ്പുറം നമ്പറായി വണ്ടിയാണ്. അപ്പൊ മലപ്പുറത്തേക്ക് പേപ്പറായി. ഇന്റർകൂളർ ആണ്, ഒരു റീപ്ലേസും ഇല്ലാതെ ഗ്യാരണ്ടി. 15 സൈസ് വീലിംഗാരൊക്കെ വരുന്നതാണ്. അതെ, 4 ടയറൊക്കെ ഏകദേശം 90% ഉണ്ട്. ഒറിജിനാലിറ്റിയിലാണ്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7,75 കൊടുക്കാം. 7,75,000. 15 മോഡൽ ഇന്റർകൂളർ ആണ്. ആലോചിക്കണം, മലപ്പുറത്ത് പേപ്പർ ആയ വണ്ടി, ഒക്കെ പേപ്പർ ആയത്, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഒക്കെ ഉണ്ട്. 7,15 7,75 ലോണും കയറില്ലേ? ലോൺ കയറും അല്ലേ? 7,200 ലോൺ കയറും. ആളുകൾ 7,70 നിങ്ങൾക്ക് 15 മോഡൽ വണ്ടി തരണം. നല്ല ക്ലീൻ വണ്ടി, അടിപൊളി. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 മോഡല്. നമ്പർ ആക്കി കൊടുക്കുമ്പോൾ നമ്മള് ഇത് 12 മോഡല്. അടിപൊളി, നല്ല വൃത്തിയാകും. 12-15 ഒരുപോലെ അല്ലേ? സിംഗിൾ ഓണറിലാണ് കിടക്കുന്നത്. അതെ അല്ലേ? നിലവിൽ പേപ്പർ ആയിട്ടില്ല, ആക്കി കൊടുക്കും. നമ്മുടെ പേര് NOC കൊടുത്തിട്ടുണ്ട്. ശരി, നമ്പർ ആക്കി കൊടുക്കും. ശരി, 12 മോഡലാണ്. പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇത് മെയിൻ ക്ലാസ് ഒന്നും ആയിട്ടില്ല. മെയിൻ ക്ലാസ് ആയിട്ട് ഇതിന്റെ മെയിൻ ക്ലാസ് ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിലാണ്. മേജർ പ്രശ്നമൊന്നുമില്ല, മേജറായിട്ട് ഒരു പ്രശ്നം വരില്ല. പിന്നെ എന്തെങ്കിലും ബമ്പറും കാര്യങ്ങളൊക്കെ മാറിയതാണ്. എന്താ നമുക്ക് വില? ഇത് നമുക്കൊരു 5,10,000 കൊടുക്കാം. 5,10 കൊടുക്കാം. 2012 മോഡൽ നമ്പർ ആക്കിയിട്ട് ഇവിടെ മലപ്പുറം ഓഫീസ് ആക്കിയിട്ട്, അതായത് മലപ്പുറം നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് 5,10,000 കൊടുക്കാം. 12 വണ്ടി, നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, ഈ കൂട്ടത്തിൽ വില കുറഞ്ഞൊരു വണ്ടി ഇതാണ്. 2011 മോഡല്. ഇത് 11 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 11 സിംഗിൾ ഓണർ, ഒരു റീപ്ലേസും ഇല്ല. അതായത് ഒരു ഗ്ലാസ് പോലും മാറാത്ത വണ്ടി. അന്ന് ഇറങ്ങിയത് എന്താണോ ഒറിജിനാലിറ്റി. അടിപൊളി. അത് നമുക്ക് ആർക്ക് NOC കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം, നമുക്ക് കൊടുക്കാം. എത്ര കിലോമീറ്റർ? ഇത് 2,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിനാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ, ഒരു റീപ്ലേസ്. ഭയങ്കര റേർ അല്ലേ ഇങ്ങനെ കാണാൻ? ഒന്നും ഒരു വാക്കല്ല. വലിയൊരു കഥ പറഞ്ഞല്ലോ കേട്ടോ. ഇതിനകത്ത് 2011 ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ എപ്പോൾ കിടക്കാൻ വേണ്ടി. ശരി, നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. ഒരു സാധനവും റീപ്ലേസ് ഇല്ല കേട്ടോ, ഒന്നും റീപ്ലേസ് ആത്ത വണ്ടിയാണ്. നമുക്ക് നമ്പർ ആക്കിക്കാണ്ട് വെച്ചാല് 4,10,000 കൊടുക്കാം. 11 മോഡല് 4,10 നമ്പർ ആക്കി. ഇപ്പൊ പേപ്പർ ആക്കാൻ 10-40 രൂപ വരെ, 10-25 രൂപ ആവുമല്ലോ അല്ലേ?
ഓക്കെ, ഓല പേർക്ക് എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ പേരിലാക്കിയിട്ട് അങ്ങനെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എടുക്കാൻ എവിടെ പറ്റും. എടുത്ത് കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ അതായത് മിസ് ചെയ്യണ്ട, ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കാം. 4,10,000 രൂപ 4,10,000 രൂപ 2011 മോഡൽ പേപ്പർ ആക്കിയിട്ട്. അതെ, അടിപൊളി. ഇതോ ഇത് 2009 മോഡൽ G4. ഇത് 9 2009 Type ആക്കിയ വണ്ടിയാണ്. ആക്കിയതാണ്. അതെ, അതായത് മെയിൻ ക്ലാസ് മാറിയോ? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? അപ്പൊ മുമ്പിലെ മുഴുവൻ സാധനവും മാറിയതാട്ടോ. പിന്നെ വണ്ടി അത്യാവശ്യം വൃത്തിങ്ങളൊക്കെ ഉണ്ട്. നമ്പർ ആയ വണ്ടിയാണ്, ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. മേജർ ഇടിയൊന്നുമില്ലല്ലോ? മേജർ ആയിട്ട് ഒന്നുമില്ല, മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. 2009 മോഡൽ കേസ് അല്ലാണ്ട് 29 പേപ്പർ ഉണ്ട്. എന്താ വില? ഇത് നമുക്ക് 3,45 കൊടുക്കാം. 3,45 2009 മോഡൽ 29 പേപ്പർ വണ്ടി ടൈപ്പ്. ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് അല്ലേ? അതെ, നല്ല വണ്ടിയാണ്. അതൊക്കെ നല്ല കണ്ടീഷൻ. ചെക്ക് ചെയ്തോളൂ കേട്ടോ, അതൊന്നും ഉറപ്പ് പറയുന്നില്ല. പക്ഷെ 4 ടയർ അത്യാവശ്യം നല്ല ടയറും കാറും ബോഡിയൊക്കെ ഫുൾ നീറ്റ്. അതെ അല്ലേ, നല്ല ക്ലീൻ ആട്ടോ. നിങ്ങൾ മിസ് ചെയ്യണ്ടോ, നോക്കിയോ. അതുപോലെ തന്നെ ടെറാൻ ആണെങ്കിലോ? ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 14 സെക്കൻഡ് ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഫുൾ ഓപ്ഷൻ വരുന്നതാണ് എക്സൽ. ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. XV ആണോ? ഏറ്റവും ഫുൾ വരുന്നത് XV ആണല്ലേ? അലവിലും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 1.62 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടി അവിടെ 1.62 ഓടിയിട്ടുണ്ട്. ആ കിലോമീറ്റർ ഓടിയതുകൊണ്ട് തന്നെ പ്രശ്നം, ഒരു മേജർ പ്രശ്നം ഒന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്തെടുത്തായിട്ടോ, ഒരു നിർബന്ധമില്ല. മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുത്തായി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഇനിയിപ്പോ ഏറ്റവും കുറച്ച് കൊടുക്കുകയാണ്, 2,65,000 രൂപ. അതിൽ കുറച്ച് ചോദിച്ചാൽ പാടില്ല. എന്റെ പൊന്നു, 14 മോഡലാണ്. 14 വണ്ടി 265. വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ഫുൾ 100 കൊണ്ടേ 85 അല്ലേ? 85 ഇഞ്ച്. പക്ഷെ എന്താ ചെയ്യാ, 2,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് എവിടുന്നും കിട്ടൂല. ഇത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ? ഫുൾ വൃത്തിയാണ്, ഗ്ലാസ് ഓരോ ഒന്നും മാറിയിട്ടില്ല, ഒരു വിഷയമില്ല. 265 നിങ്ങൾ ടയറും കാരും ഒക്കെ കുറച്ച് കിട്ടില്ലോ. ഇതാണെങ്കിലോ ഇത് 2010 മോഡലാണ്. 31 പേപ്പർ. ഈ 14 വണ്ടി ആകുമ്പോൾ ഫുൾ ലോണും കയറില്ലേ? ലോൺ കിട്ടും നമുക്ക്, സിവിലും കാര്യങ്ങളൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഷവർലെ. ഇത് 2010 മോഡലാണ്. 31 പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10 ആണ്. ഒരു ആവറേജ് ഫുൾ 100 പറയുന്നില്ല, ആവറേജ് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 2010 മോഡൽ ആവറേജ് കണ്ടീഷൻ വേണ്ടി ടൈപ്പ് 4 ഇതാക്കിയിട്ടുണ്ട്, പുതിയ മോഡൽ ആക്കിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതിന് കൂടുതലൊന്നും ഞാൻ പറയുന്നത് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 31 പേപ്പർ. അത് കുറച്ച് കൂടുതലാണോ? 2.5 മാർക്കറ്റിൽ ഇറക്കല്ലേ? അതുണ്ടല്ലേ? 1.90 ഇപ്പോഴും ഈ സാധനം പോകുന്നുണ്ട്. നല്ല കണ്ടീഷൻ, ബാക്കി മെക്കാനിക് കണ്ടീഷനാണ്. ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ടയർ അണ്ടർ കമ്പി ഉണ്ട്. ശരി, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളാം. അപ്പൊ എന്തായാലും 1.90 അല്ലേ? 1.90 ഉള്ള. അടുത്തത് ഫിഗോ ആണെങ്കിലോ? ഇത് 12-13 റൈസർ ഡീസൽ. 28 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റണ്ണിംഗ് ഒക്കെ പക്കയല്ലേ? വണ്ടി മെക്കാനിക് ഒക്കെ ആക്കിയാണ്. AC തണുപ്പമ്പിന്റെ ഗ്യാസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് ഗ്യാരണ്ടി. 12-13 റൈസർ വണ്ടി. ഡീസലാണ്. കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, ചെക്ക് ചെയ്തോളൂ. കിലോമീറ്റർ 1.14 കറക്റ്റ് ഓട്ടാണ്. മേജർ ഉണ്ടോ? മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. മേജർ ആയിട്ട് ഒന്നും പറ്റില്ല, ഗ്ലാസിനും പറയില്ല. എന്താ വില? ഇത് നമുക്ക് AC തണുപ്പ് പമ്പിന്റെ കണ്ടീഷൻ നമുക്ക് 75 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി. 13 ഡീസൽ ഫുൾ ടയർ, 4 ടയറും കടുപ്പുത്തം. അത് മാത്രമല്ല വണ്ടി നല്ല നീറ്റാണ്, നല്ല നീറ്റ്. ഓടിക്കാനൊക്കെ ഫുൾ ഒക്കെ. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. 70 രൂപയ്ക്ക് അല്ലേ? 75 രൂപ കൊടുക്കാം. 75 രൂപയ്ക്ക് ആർക്കെങ്കിലും വേണേ നോക്കിയോ. അതുപോലെ തന്നെ അവിടെ ഒരു നമുക്ക് 2008 മോഡൽ LXI വണ്ടിയാണ്. 8 LXI. ഒരു ചെറിയ കായ്ക്ക് കൊടുക്കാം നമ്മള്. 85 രൂപ. ടു ഡോർ പവർ വിൻഡോ ഒക്കെ അല്ലേ? ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്നൊക്കെ വർക്കിംഗ് ആണ്. 85 രൂപ. 85 രൂപ കൊടുക്കും. മോഡൽ ഏതായിരുന്നു? 8 മോഡൽ 8 അല്ലേ? LXI. ഓക്കെ, അപ്പോൾ പേപ്പർ 28 വരെ ഉണ്ട്. 28 ലക്ഷം വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല. 85 രൂപ അത് എടുത്തോണ്ട് പോകാം. അടുത്തത് ഇത് 2013 മോഡൽ. 13 ആണ്. 13 മോഡൽ VDI വണ്ടിയാണ്. 13 VDI. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, അലവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് AI ആയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. 1.32 കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെയാണ്. ഓണർഷിപ്പ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് നമുക്ക് അതിന് വിലക്ക് കൊടുക്കുക അല്ലെങ്കിൽ 3.10 മാർക്കറ്റിലൊക്കെ നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2,50,000 രൂപ. ലോണൊന്നും കയറാനൊരു സാധ്യതയില്ല. ലോണും കയറും. അത് നിങ്ങൾ നോക്കിയാൽ 13 വണ്ടി VDI ആണ്. ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. വൈറ്റ് കളറിൽ. ഓക്കെ, 7ാമത്തെ ഓണറാണ്. ഓണർഷിപ്പ് ആയ ഒറ്റ വിഷയം മാത്രമേ. 2.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതെ, 2 ലക്ഷം രൂപ. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇത് 2007 മോഡലാണ്. 2027 വരെ പേപ്പർ വരുന്നുണ്ട്. 30 ടാക്സ് വരിക. ഡീസൽ VDI. 2030 ടാക്സ് വരുന്നത്. 27 റിന്യൂവൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓഫർ ആയിട്ട് നമുക്ക് 1.25 കൊടുക്കാം. 1.25 VDI എല്ലാം വർക്കിംഗ്. ഡീസൽ VDI. ഓണർഷിപ്പ് ഒക്കെ 2-3 ഓണർഷിപ്പ് കുറച്ച് അതുമായിട്ടുണ്ട്. 6 ഏക്കർ ആയിട്ടുണ്ട്. ശരി, അതൊന്നും നോക്കണ്ട. ചെറിയ വിലക്ക് അൾട്ടോന്റെ വിലക്കല്ലേ കൊടുക്കുള്ളൂ. അൾട്ടോനേക്കാൾ കുറച്ച് പൈസ, 1.25 മൈലേജും കിട്ടും. ഡീസൽ. ഓക്കെ, അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ 2010 മോഡല് LDI കൺവെർട്ട് VDI ആക്കി 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഒരു റീപ്ലേസും ഇല്ല. 4 ടയറും ഫുള്ളാണ്. ഡീസൽ വണ്ടിയാണ്. ഫുള്ള് പേപ്പർ 30 വരെ പേപ്പർ കാര്യങ്ങൾ, ഇൻഷുറൻസ് പുതിയതുണ്ട്. ഒരു അപാകത ഒന്നുമില്ല. നമ്പർ 2012 നമ്പർ ആയതാണ്. കേൽപ്പത്തി 6 നമ്പറായ 2010 മോഡല്. ശരി, ഇത് നമുക്കൊരു
1,55,000 രൂപ. 1,55,000 അല്ല 30 പേപ്പർ ഉണ്ട്. പഴയ കാലത്ത് ആയതാണ്, 12 അന്നായതാണ്. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. AC പവർ സ്റ്റാക്ക്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. 1,55,000. 1,55,000 ആലോചിക്കണം കേട്ടോ. വെറും 2 ലക്ഷം രൂപ പോലും ആയില്ല സാധനത്തിന്. അടുത്തത് ഇതാണെങ്കിലോ ഇത് 2005 മോഡൽ 2031 വരെ പേപ്പറുള്ള AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ വരുന്ന വാഗനർ അല്ല അലേവിയിലും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ കായ്ക്ക് പഠിത്തക്കാർക്കാനും പറ്റും, ചെറിയ ഫാമിലിക്കാനും പറ്റും. 2005 31 വരെ പേപ്പർ. ഓക്കെ, അപ്പൊ 2005 എന്ന് പറയുമ്പോൾ 20 വർഷം പഴക്കമുണ്ട്. 31 വരെ പേപ്പർ ഉണ്ട്, 5 വർഷം പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, നല്ല അലേവിൽ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, റണ്ണിങ് പക്കയാണ്. നമുക്ക് ഡെലിവറി കൊടുക്കാം. നമുക്ക് എത്ര ലോങ് ആയി ഡെലിവറി കൊടുക്കാം. എത്ര വില? ഇത് നമുക്ക് 70 ഉറുപ്പിക കൊടുക്കാം. ആ പേപ്പറിന്റെ അലേവിന്റെ പൈസ അത്രേ ഉള്ളൂ. 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തോണ്ട് പോട്ടോ. ഒക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. അതായത് ചെറിയ പാർട്ടി കല്ലുണ്ട്. നമ്മൾ ഒരിക്കലും മറ്റേ വമ്പൻ സംഭവം ഒന്നും പറയുന്നില്ല. പറഞ്ഞ വിലക്കുള്ള പേപ്പർ എടുത്ത വയസ്സുള്ള വണ്ടിനോട് പറഞ്ഞ വിലക്കുള്ള മുതലുണ്ടാവും. ഇതാണെങ്കിൽ ഇത് 2011 മോഡലാണ്. ഇത് പുതിയ പേപ്പർ, ടാക്സ് ഇൻഷുറൻസ് പുതിയ അടച്ചു കൊടുക്കും. ഡീസൽ പെട്രോളോ? ഡീസലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒന്നും പറയണ്ട. കിലോമീറ്റർ 1,40,000 ആയിട്ടുണ്ട്. അതൊന്നും ചിലപ്പോൾ ഉറപ്പായി പറയാൻ പറ്റില്ല. ഡീസൽ വണ്ടിയാണ്, മലപ്പുറം വണ്ടിയാണ്, 3rd ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ശരി, എന്താ വില നമുക്ക്? ഇത് നമുക്ക് 1,50,000 കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപ. ഡീസൽ വണ്ടിയാണ്, 1 ലക്ഷം രൂപയ്ക്ക് എടുത്തു. 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബാക്കിത്തെ കൂടി പറയാം. നല്ലൊരു അൾട്ടോയും കൂടി കാണിച്ചു തരാം. അൾട്ടോ ഏതൊക്കെ മോഡൽ? ഇത് 2012 LXi. 12 അല്ലേ? അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 12 മോഡലാണ്, 27 വരെ പേപ്പർ വരുന്നുണ്ട്. ശരി, ഇത് നമുക്ക് 1,15,000 രൂപ കൊടുക്കാം. 1,15,000 മോഡൽ LXi. ശരി, അത് കുറച്ചൊക്കെ എങ്ങനെയാ കൊടുക്കുക അല്ലേ? നല്ല വണ്ടി, ഒന്ന് ചെക്ക് ചെയ്ത് നല്ല നോക്കി എടുത്തോട്ടെ. ഇതാണെങ്കിലോ? ഇത് 2009 മോഡൽ LXi ആണ്, 29 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് 97 രൂപ കൊടുക്കാം. വെറും കൊടുക്കാൻ വണ്ടിയാണ് 97 രൂപ കൊടുക്കാം. ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. AC ഭാഷ വർക്കിംഗ് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ. 2011 മോഡൽ 2031 വരെ പേപ്പർ പെടുത്താണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC തണുപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അലേവിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പോർട്സാ? അത് AC ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും മറ്റേ കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 1,12. ഓക്കെ, വലിയ ഓട്ടം നമ്മൾ റിനീവൽ പമ്പ് എടുത്താൽ 5 വർഷം പേപ്പർ എടുത്താൽ 11 മോഡൽ ഉണ്ടല്ലോ. 11 മോഡൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വിലയും കൂടി പറയോ? ഇത് നമുക്ക് 1,10 കൊടുക്കാം. 1,10 അല്ലേ? 31 പേപ്പറിലാണ്. ആൾട്ടോന്റെ വിലക്ക് I10 11 മോഡല്. ലോണും കയറും. ഇത് ഇയോണ് 2012-13 റൈസർ മാഗ്ന പ്ലസ് അല്ലേ? AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. 21 പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. എന്തൊക്കെ വില? ഇത് നമുക്ക് 1,25,000 രൂപ. 1,25,000 മാഗ്ന പ്ലസ് 12-13 റൈസർ. അത്യാവശ്യം വൃത്തിയുള്ള നല്ല വൃത്തിയിലുണ്ട്. നാനോ ആണെങ്കിലോ? ഞാൻ നമുക്ക് ഓഫർ ചെറിയ ആക്കി കൊടുക്കാം. 2012 മോഡലാണ്. AC ഉണ്ട്, എന്തൊക്കെ വർക്കിംഗ് കമ്മി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയ പാർട്ടിക്ക് കൊടുക്കാൻ 12 മോഡല്. കിലോമീറ്റർ ഒക്കെ അറിയോ? അത് കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല. ചെറിയ റണ്ണിങ് പക്കാൻ ചില വിലക്ക് കൊടുക്കാം. നമുക്ക് ഒരു 33 രൂപ. എന്താ ചെയ്യാ? 12 മോഡല് നാനോ, ചെറിയ പാർട്ടിക്ക് പഠിച്ചാനും. ഒരു 1.5 പവൻ അല്ല 1.5 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാം. ഒന്നുമല്ല, വണ്ടി കണ്ടിച്ചാട്ടോ. അതെ അല്ലേ? 33 രൂപ. വെറും 33,000 രൂപയ്ക്ക് 2012 മോഡല്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. അതേപോലെ തന്നെ ബാക്കിൽ ഈക്കോ ഉറപ്പുണ്ട്. ഈക്കോയും കൂടി പറഞ്ഞാലോ? ഈക്കോ 12 മോഡല്. 12 നല്ല വൃത്തിയുണ്ടല്ലോ. അത്യാവശ്യം വൃത്തി കാലൊക്കെ വണ്ടിയാണ്. 12 മോഡലാണ്. കണ്ടാ പറയില്ല കേട്ടോ. ഇത് നമുക്ക് 1,60 കൊടുക്കാം. 1,60 12 മോഡല്. AC വരുന്നതാണ്. 5 സീറ്റ് AC. മോശമൊന്നുമില്ല കേട്ടോ. 1,60 അല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടി. ഇൻഡിക്കോ 2009 മോഡല് CS. 9 CS. 2029 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുമുട്ട് റീപ്ലേസ് തുരുമ്പോ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്കൾ കൊടുത്ത് ഒഴിവാക്കാണ്. ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. 2012 മോഡലാണ്. 2009 മോഡലാണ്. 29 വരെ പേപ്പർ, പുതിയ ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വർക്കിംഗ്. ഒരു 20 മൈലേജ് കിട്ടും. 18-20 മൈലേജ് കിട്ടും. അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ. ഒരു 65 രൂപ. രണ്ട് വണ്ടി കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലോ 2009 A സ്റ്റാർ ആണ്. 2030 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. VXi ആട്ടോ. VXi ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,15 കൊടുക്കാം. 1,15 അത്യാവശ്യം വൃത്തി കേട്ടോ വണ്ടി. ആ അൾട്ടോ കൂടി പറഞ്ഞാലോ? അൾട്ടോ 2019 റൈസർ CNG ആണ്. 19 CNG വരുന്നത്. അത്യാവശ്യം ടാക്സി ഒക്കെ ആക്കാൻ അടിപൊളിയാണ്. 30 കിലോമീറ്റർ മൈലേജ് കിട്ടി സാധനത്തിന്. 30-32 കിട്ടും CNG. ഇത് പിന്നെ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പിലാണ്.
ഇത് നമുക്കൊരു 2,25,000 കൊടുക്കാം. 2,25,000 കൊടുക്കാം. 19 റൈസർ 34 പേപ്പർ. അതെ, ആലോചിക്കണം 19 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. വേറെ കേസ് പറഞ്ഞാൽ 10,60,000 CNG തന്നെ കൊടുക്കണം അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ വളരെ വില കുറവ് വണ്ടിക്ക്. 2,25 വരുന്നുള്ളൂ. 2,30 മാർക്കറ്റ് കളിക്കാൻ. അതാണ് വേറെ അപാധിയൊന്നും ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അത് ഗ്യാരണ്ടി കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു കൊടുക്കാം. അതെ, ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ വില കുറഞ്ഞ വണ്ടികൾ തന്നെ അല്ലേ? ചെറുവണ്ടികളെ പറ്റി മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒറ്റ കേസുള്ളൂ, വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പഴയ വണ്ടികളാകുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലേ? അതാണ്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം നമുക്ക്. നിങ്ങൾ മാക്സിമം വില കുറച്ച് ഓണമൊക്കെ ആയതുകൊണ്ട് കൊടുക്കേ, മാക്സിമം കുറച്ച് കൊടുക്കാം. ശരി, അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.